മുഖമൊരു ആടിൻ്റേതും ശരീരം തനി മനുഷ്യൻ്റേതുമായ ഒരു ചെകുത്താനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേര് ഗോഡ്മാൻ അഥവാ ആട് മനുഷ്യൻ. നരകത്തിൽ നിന്നെത്തിയ ഈ ചെകുത്താൻ്റെ കണ്ണിൽ ഒരിക്കൽ നിങ്ങൾ പെട്ടുപോയാൽ പിന്നെ അതിൻ്റെ വലയിൽ നിന്നും രക്ഷപ്പെടുക വളരെ പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി അധികം ആരും കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഗോഡ്മാൻ്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾ പേടിച്ച് വിറയ്ക്കും. കാട്ടിൽ കറങ്ങാൻ പോകുന്നവരും ക്യാമ്പിങ്ങിന് പോകുന്നവർക്കും ഈ ചെകുത്താനെപ്പറ്റി നല്ലപോലെ അറിയാം. കാടിനോട് ചേർന്ന് ജീവിക്കുന്നവരിൽ മിക്കവാറും എല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഭീകരരൂപിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ ആട് മനുഷ്യൻ്റെ 2 യഥാർത്ഥ ഹൊറർ കഥകളിലേക്ക് കിടക്കാം. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ കുറേ കസിൻസ് ഒത്തുചേർന്ന് മെക്സിക്കോയിലെ പ്രീഡിസ് നീഗ്രസ് എന്ന പട്ടണത്തിനടുത്തുള്ള എൻ്റെ വെല്ലിപ്പച്ചൻ്റെ ഫാമിലേക്ക് പോയിരിക്കുകയായിരുന്നു. വെല്ലിപ്പച്ചന് എൽജിദോ എൽമാറൽ എന്നൊരു സ്ഥലത്ത് വലിയൊരു ഫാമുണ്ടായിരുന്നു. അവിടെ നിറയെ കുതിരകളെയാണ് വളർത്തിയിരുന്നത്. ആ സ്ഥലം ഒരു മലമുകളിലായിരുന്നത് കൊണ്ട് തന്നെ ആളനക്കമൊന്നുമില്ലാതെ ഒരു ഒറ്റപ്പെട്ട ഏരിയയായിരുന്നു. വീടുകൾ പോലും പരസ്പരം ഒരുപാട് ദൂരത്തായിരുന്നു. വെല്ലിപ്പച്ചൻ്റെ ഫാമിൽ പകൽ സമയത്ത് കുറച്ചുപേർ പണിക്ക് വരുമെങ്കിലും രാത്രിയായാൽ ആ വലിയ തോട്ടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ വെല്ലിപ്പച്ചന് ഒരു പേടിയുമില്ലായിരുന്നു. കാരണം കയ്യിൽ എപ്പോഴും ഒരു വലിയ തോക്ക് കരുതും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ചയോടെ ഞങ്ങൾ 7 കസിൻസ് അവിടെ എത്തി. വെല്ലിപ്പച്ചൻ്റെ ഫാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കുതിരാലയവും അതിനപ്പുറത്ത് ഒരുപാട് ഒഴിഞ്ഞ സ്ഥലവും അതിനപ്പുറം കാടുമാണ്. ഫാമിനോട് ചേർന്ന് തന്നെ വെല്ലിപ്പച്ചൻ്റെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടായിരുന്നു അത്. പക്ഷെ ഞങ്ങൾ അവിടെ അടിച്ചു പൊളിക്കാൻ പോയതുകൊണ്ട് വീടിനകത്ത് ഒതുങ്ങിക്കൂടാൻ നിന്നില്ല. പകരം ആ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ ഗ്രൗണ്ടിൽ തന്നെ ക്യാമ്പിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ടെൻ്റൊക്കെ കെട്ടി അവിടെ ഞങ്ങൾ തമ്പടിച്ചു. ഒരു 3 രാത്രിയെങ്കിലും അവിടെ തങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ടെൻ്റൊക്കെ കെട്ടി തീ കൂട്ടി അതിന് ചുറ്റുമിരുന്ന് ഞങ്ങൾ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും രാത്രി 8 മണിയായി. പിന്നെ ബിയറൊക്കെ പൊട്ടിച്ച് പാട്ടും തമാശകളുമായി ഞങ്ങൾ ആ രാത്രി ആഘോഷിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് എൻ്റെ 2 കസിൻസ് തീയിൽ തന്നെ ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായി. ഞാനും എൻ്റെ ഒരു കസിനും കൂടി വിറക് പെറുക്കാനായി വെല്ലിപ്പച്ചൻ്റെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി. ആ പ്രദേശം മുഴുവൻ കാടായിരുന്നെങ്കിലും കാട് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു മൈതാനം പോലെ ഉണ്ടായിരുന്നു. അവിടെ വെല്ലിപ്പച്ചൻ പണ്ട് ഞങ്ങൾക്കായി കെട്ടിത്തന്ന കുറച്ച് പഴയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ സൈഡിലായി വെല്ലിപ്പച്ചൻ്റെ കുറച്ച് പഴയ തുരുമ്പിച്ച വണ്ടികളും കിടപ്പുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കടയെല്ലാം അവിടെ തന്നെയായിരുന്നു. അടുത്ത് തന്നെ ഒരു പുഴയും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ ചുറ്റും കുരുട്ടിൻ്റെ നടുവിൽ ആ കാട് കണ്ടപ്പോൾ ഉള്ളിലൊരു പേടി തോന്നി തുടങ്ങി. അതിനു പുറമെ അന്ന് രാത്രി ഞങ്ങളെല്ലാവരും കൂടി ബ്ലെയർ വിച്ച് എന്ന ഹൊറർ സിനിമ കണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കാൻ വല്ലാത്തൊരു ഭയവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആളും മരങ്ങൾക്കിടയിൽ നിന്ന് വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സാധനം എൻ്റെ കണ്ണിൽപ്പെട്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുരിശായിരുന്നു. 2 മരക്കഷ്ണങ്ങൾ ചേർത്ത് കമ്പി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒന്ന്. അതിൻ്റെ കൂടെ വേറെയും ചില സാധനങ്ങളുണ്ടായിരുന്നു. ആരോ മനഃപൂർവ്വം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒളിപ്പിച്ച് വെച്ചതുപോലെ. ഞങ്ങൾ ആ കുരിശ് പൊക്കിയെടുത്തതും അതിൻ്റെ കൂടെ കെട്ടിവെച്ചിരുന്ന മറ്റൊരു സാധനം കൂടി പൊങ്ങി വന്നു. എന്താണെന്ന് അറിയാമോ? ചെറിയൊരു പാവ. ചെറിയ കമ്പുകളും തൊടിക്കഷ്ണങ്ങളും വെച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു പാവ, ഒരു ഊടു ഡോളിനെ പോലെ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കാകെ അത്ഭുതമായി. വെല്ലിപ്പച്ചൻ്റെ വീടിന് പുറകിൽ ഇങ്ങനൊരു സാധനം എന്തിനു വന്നെന്ന് എൻ്റെ കസിൻ പറഞ്ഞു. ചിലപ്പോൾ വെല്ലിപ്പച്ചൻ നേരം പൊക്കിന് ഉണ്ടാക്കിയതായിരിക്കാം. ഞാനും അതുതന്നെ വിചാരിച്ചു. അല്ലാതെ പിന്നെ എന്താവാൻ. ഞങ്ങൾ ആ പാവയെ അവിടത്തെ ഇട്ട് വിറകുമായി ക്യാമ്പിലേക്ക് തിരിച്ചുപോയി. ക്യാമ്പിലെത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഡിന്നറൊക്കെ കഴിച്ച് വീണ്ടും ബിയർ കൂടിയും പാട്ടും ഡാൻസും ഒക്കെയായി സമയം പോയതറിഞ്ഞില്ല. നോക്കുമ്പോൾ രാത്രി 1 മണിയായിരിക്കുന്നു. ലഹരിയിലായതുകൊണ്ട് തണുപ്പൊന്നും ആദ്യം അറിഞ്ഞില്ല. പക്ഷേ സമയം പോകുന്തോറും തണുപ്പ് കൂടി വന്നു. അതൊരു മലമ്പ്രദേശമായിരുന്നതുകൊണ്ട് രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങളിൽ 3 പേർ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വെല്ലിപ്പച്ചൻ്റെ വീടിനകത്തേക്ക് പോയി കിടന്നു. പുറത്ത് ക്യാമ്പിൽ ഞങ്ങൾ 5 പേർ മാത്രമായി. പക്ഷെ ഞങ്ങൾക്കാർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല.
എപ്പോഴത്തെയും പോലെ കസിൻസ് ഒത്തുകൂടിയാൽ പിന്നെ പ്രേതകഥകൾ പറയാതെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളും പ്രേതങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഓരോരുത്തരും അവരവരുടെ കഥകൾ പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന എൻ്റെ കസിൻ ഒരു പഴയ സംഭവം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവൻ്റെ അപ്പൻ്റെ കൂടെ ആ പുഴയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് ആരോ ഒരാൾ വേദന കൊണ്ട് അലറിക്കരയുന്ന ശബ്ദം കേട്ടത്രേ. അത് കേട്ടതും അവൻ്റെ അപ്പൻ കാടിന് നേരെ തിരിഞ്ഞ് എന്തോ ചീത്ത വിളിക്കുകയും അവനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ആ കാട്ടിലെന്തോ ഭീകരമായ ശക്തികളുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും അവൻ പറഞ്ഞു. പ്രേതതകളൊക്കെ പറഞ്ഞ് ആകെ പേടിച്ച് അന്തരീക്ഷം വഷളായപ്പോൾ പിറ്റേന്ന് രാവിലെ മീൻ പിടിക്കാൻ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ ഒരു കസിനും ഒരു ടെൻറ്റിലും ബാക്കി 3 പേർ മറ്റൊരു ടെൻറ്റിലുമായിരുന്നു. ബിയർ കുടിച്ച ക്ഷീണത്താൽ കിടന്നതും ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ എപ്പോഴോ എനിക്ക് നല്ലവണ്ണം മൂത്രമൊഴിക്കാൻ മുട്ടി. ഞാൻ പതുക്കെ തല പുറത്തേക്കിട്ട് നോക്കി, നേരം വെളുത്തോ എന്നറിയാൻ. പക്ഷെ പുറത്തപ്പോഴും നല്ല ഇരുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വെല്ലിപ്പച്ചൻ്റെ ആ പഴയ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് പോയി കാര്യം സാധിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണട വയ്ക്കുന്ന ആളാണ്. പക്ഷേ അപ്പോൾ ഞാനത് വെച്ചിരുന്നില്ല. പുറത്ത് നല്ല നിശബ്ദതയായിരുന്നു. ദൂരെ എവിടെ നിന്നോ ആടുകളുടെയും പട്ടികളുടെയും ശബ്ദം കേൾക്കാം. രാത്രിയിൽ സാധാരണ കേൾക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. ഞാൻ അവിടെ കാര്യം സാധിച്ച് തിരിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് തൊട്ടപ്പുറത്തുള്ള ഊഞ്ഞാലിൽപ്പെട്ടത്. അതിലാരോ ഒരാളിരിക്കുന്നു, എന്നിട്ട് പതിയെ ആടുന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്കെൻ്റെ ഏതെങ്കിലും കസിനായിരിക്കുമെന്നാണ് തോന്നിയത്. വല്ല ഗേൾഫ്രണ്ടിനോട് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നതായിരിക്കാം. ഇരുട്ടും കണ്ണട വയ്ക്കാത്തത് കൊണ്ടുള്ള കാഴ്ചക്കുറവും കാരണം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാതെ എൻ്റെ ടെൻറ്റിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷെ ഞാൻ ടെൻറ്റിലെത്തിയതും ആ പഴയ വണ്ടികൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യൻ വേദന കൊണ്ട് അലറി വിളിക്കുന്ന പോലൊരു ഭീകരമായ നിലവിളി ഞാൻ കേട്ടു. അതൊരു ഭയങ്കര ശബ്ദമായിരുന്നു. പക്ഷേ എൻ്റെ കസിൻസ് എല്ലാം മദ്യലഹരിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണട എടുത്തു വെച്ച് വീണ്ടും ടെൻറ്റിൻ്റെ പുറത്തേക്ക് നോക്കി, ആരാണ് ഇങ്ങനെ അലറുന്നതെന്നറിയാൻ. പുറത്ത് ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതൊരു ആടായിരുന്നു. ഞാൻ കുറച്ചു മുമ്പ് മൂത്രമൊഴിച്ച അതേ സ്ഥലത്ത് അതങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ കരച്ചിൽ പേടിപ്പെടുത്തുന്നതായിരുന്നെങ്കിലും അതിലും ഭീകരമായ കാര്യം അതതിൻ്റെ 2 കാലിലാണ് നിൽക്കുന്നത് എന്നതായിരുന്നു. എന്നിട്ടത് എൻ്റെ നേരെ നോക്കുകയാണ്. പിന്നെ ആ 2 കാലിൽ തന്നെ അത് പതുക്കെ നീങ്ങാൻ തുടങ്ങി, അടുത്തുള്ള ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക്. അവിടെ പോയിരുന്ന അത് വീണ്ടും അതേപോലെ ഭീകരമായി കരയാൻ തുടങ്ങി, എന്തോ വലിയ വേദന സഹിക്കുന്നത് പോലെ. പക്ഷെ സത്യത്തിൽ അതിനൊരു വേദനയും ഉണ്ടായിരുന്നില്ല. അതെല്ലാം വെറും അഭിനയമായിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. പക്ഷേ എന്തിന്? ഒരാട് എന്തിനിങ്ങനെ അഭിനയിക്കണം? അതിനിടയ്ക്ക് വീട്ടിനകത്ത് ഉറങ്ങുകയായിരുന്ന എൻ്റെ മറ്റൊരു കസിൻ പുറത്തേക്ക് വന്നു. അവൻ്റെ കണ്ണും നേരെ പോയത് ഊഞ്ഞാലിരുന്ന് ആടുന്ന ആ ആടിൻ്റെ മേൽക്കാണ്. അത് കണ്ടതും അവൻ പേടിച്ച് നിലവിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന ബാക്കി കസിൻസും വല്യപ്പനും എല്ലാം ഉണർന്നു. വല്യപ്പച്ചൻ ഉണർന്ന ഉടനെ തന്നെ തോക്കുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. അത് കണ്ടതും ആട് അവിടെ നിന്ന് കാടിന് നേരെ ഓടാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ അത് 4 കാലിലായിരുന്നു ഓടിയത്. വല്യപ്പച്ചൻ അതിന് നേരെ ഒരു വെടിവെച്ചെങ്കിലും അതിന് കൊണ്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത് നിന്നില്ല. പക്ഷേ പിന്നീട് സംഭവിച്ചത് വിചിത്രമായ കാര്യമാണ്. 4 കാലിൽ ഓടുകയായിരുന്ന ആട് കാടിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഒരു ഭീകരമായ അലർച്ചയോടെ കാടിനകത്തേക്ക് ഓടിമറഞ്ഞു. പിന്നീട് വല്യപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞു, അത് ഈ കാട്ടിലെ ഒരു ശാപം പിടിച്ച പിശാചാണെന്നും പകുതി മനുഷ്യനും പകുതി ആടുമാണെന്നും. നൂറ്റാണ്ടുകളായി അത് കാടുകളിലുണ്ടത്രേ. ഇവിടെയുള്ളവർക്കെല്ലാം അതിനെപ്പറ്റി അറിയാം. ഞാൻ വല്യപ്പച്ചനോട് ഞങ്ങൾ കണ്ട കുരിശിൻ്റെയും പാവയുടെയും കാര്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഫാമിൽ പണിയെടുക്കുന്ന ഗ്രാമവാസികൾ ആ പിശാചിനെ അകറ്റി നിർത്താൻ വേണ്ടി അവിടെ കുഴിച്ചിട്ടതാണെന്ന്. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ അവിടുന്ന് അത് എടുത്തു മാറ്റിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ പിശാച് അങ്ങോട്ട് വന്നത്. അടുത്ത സംഭവം നടക്കുന്നത് ന്യൂയോർക്കിലാണ്, എൻ്റെ വീട്ടിൽ വെച്ച്. ആ വീട്ടിൽ ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ അപ്പനും അമ്മയുമാണ് താമസിച്ചിരുന്നത്. അപ്പനും അമ്മയ്ക്കും മിക്കവാറും നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു ജോലി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അപ്പന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം 7 മണിയോടെ ഓഫീസിലേക്ക് പോയി. അമ്മയൊരു നേഴ്സായിരുന്നു. ഹോസ്പിറ്റലിലെ ജോലി കാരണം അമ്മയുടെ ഷിഫ്റ്റ് ചിലപ്പോൾ 12-15 മണിക്കൂർ നീണ്ടുപോകുമായിരുന്നു.
അന്ന് അമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലായിരുന്നെങ്കിലും വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണിയായി. അന്ന് പുറത്ത് നല്ല പേമാരിയായിരുന്നു. ഒരുപാട് നേരം ജോലി ചെയ്ത് വരുന്നത് കൊണ്ട് അമ്മ എപ്പോഴും നല്ല ക്ഷീണത്തിലായിരിക്കും. അന്നും വീട്ടിലെത്തിയ അമ്മ ഞങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോയി. ഡ്രസ്സ് പോലും മാറാതെ ബെഡിലേക്ക് വീണുറങ്ങി. അമ്മ വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും. ഏകദേശം 11 മണിയായപ്പോൾ ആരോ ഞങ്ങളുടെ വാതിൽ മുട്ടി. രാത്രി 11 മണിക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആര് വരാൻ? ഞാനും ചേച്ചിയും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അപ്പനല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ ആരാണത്? ചേച്ചി എന്നെയും വലിച്ച് വാതിൽക്കലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അകത്തുനിന്ന് തന്നെ ചോദിച്ചു, ആരാ? പക്ഷേ ഒരു മറുപടിയും വന്നില്ല. ഞങ്ങൾ പലതവണ ചോദിച്ചു. വിചിത്രമായ കാര്യമെന്തെന്നാൽ പുറത്തുള്ളയാൾ വാതിൽ മുട്ടുന്നുണ്ടെങ്കിലും പേര് മാത്രം പറയുന്നില്ല. ഞങ്ങൾ വാതിൽ തുറന്നില്ല. പകരം നേരെ മുകളിൽ പോയി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ അവർക്കുമെന്തോ പന്തികേട് തോന്നി. വല്ല കള്ളന്മാരും ഈ മോശം കാലാവസ്ഥ മുതലെടുത്ത് വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണോ എന്ന് അമ്മ ഭയന്നു. അമ്മ ധൈര്യം സംഭരിച്ച് അടുക്കളയിൽ പോയി ഒരു വലിയ കത്തിയും എടുത്ത് പതുക്കെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയും ശബ്ദമുയർത്തി ചോദിച്ചു, പുറത്താരാണ്? പക്ഷേ മറുപടിയില്ല. അമ്മ വാതിൽ തുറന്നില്ല. പകരം അടുത്തുള്ള ജനലിൻ്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. പക്ഷേ പുറത്താരും ഉണ്ടായിരുന്നില്ല. കൂരിട്ടല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഞാനും ചേച്ചിയും അമ്മയും ആ ജനലിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അമ്മയും ചേച്ചിയും ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് സൈഡിലായി നിന്നതുകൊണ്ട് എനിക്ക് ജനലിൽ നിന്ന് 10 അടി ദൂരെയായി വളരെ ഉയരമുള്ള ഒരു നിഴൽ നിൽക്കുന്നത് കാണാമായിരുന്നു. ഇരുട്ട് കാരണം വ്യക്തമായിരുന്നില്ലെങ്കിലും 7-8 അടി പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ ഞാൻ നിന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എനിക്ക് മാത്രം കാണാൻ കഴിഞ്ഞതാകും. പുറത്ത് ആരുമില്ല. കാറ്റും മഴയും കാരണം നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം, അമ്മ പറഞ്ഞു. ഞാനും അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ 3 പേരും ഡ്രോയിങ് റൂമിൽ വന്നിരുന്നു. എല്ലാവരുടെയും ഉറക്കം പോയിരുന്നു. അമ്മയ്ക്ക് നല്ല വിശപ്പ് തോന്നി തുടങ്ങി. കാരണം അവർ ഭക്ഷണം കഴിക്കാതെയാണ് ഉറങ്ങാൻ പോയത്. ഞങ്ങളുടെ വീടിനടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അത് രാത്രി മുഴുവൻ തുറന്നിരിക്കും. നിങ്ങൾ 2 ആളും ഇവിടെ ഇരിക്കേ, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം, അമ്മ ഇത് പറഞ്ഞു. ഇതൊരു പുതിയ കാര്യമല്ലായിരുന്നു. മുമ്പും അമ്മ രാത്രിയിൽ അവിടുന്ന് ഭക്ഷണം വാങ്ങി വരാറുണ്ട്. അമ്മ ഒരു കുടയും എടുത്ത് പുറത്തേക്ക് പോയി. അമ്മ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അമ്മയായിരിക്കുമെന്ന് കരുതി ഞാൻ വിളിച്ചു വെച്ചു, അമ്മയാണോ? 10 സെക്കൻഡ് നേരത്തേക്ക് ഒരു മറുപടിയും ഉണ്ടായില്ല. പിന്നെ പുറത്തു നിന്നും ശബ്ദം വന്നു. സാം, ഞാനാണ്, വാതിൽ തുറക്ക്. അത് അമ്മയുടെ ശബ്ദം തന്നെയായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിൽ ഒരു വികാരമില്ലാത്തതുപോലെ, ഒരുതരം തണുപ്പം മട്ട്. സാം, വേഗം വാതിൽ തുറക്ക്. വീണ്ടും അതേ ശബ്ദം. ഇത്തവണ ഞാൻ വാതിൽ തുറന്നു. പുറത്തെൻ്റെ അമ്മ തന്നെ നിൽക്കുന്നു, മഴയിൽ കുതിർന്ന്. കൈകൾ കാലിയായി. അവർ ഭക്ഷണം കൊണ്ടുവന്നിരുന്നില്ല. എനിക്കും ചേച്ചിക്കും എന്തോ പന്തികേട് തോന്നി. അവർ നേരെ അകത്ത് വന്ന് സോഫയിലിരുന്നു. മറ്റാരുടെയോ വീട്ടിൽ വന്നതുപോലെ അവർ ചുറ്റും നോക്കാൻ തുടങ്ങി. അവരുടെ ചലനങ്ങളെല്ലാം വളരെ വിചിത്രമായിരുന്നു. ഒരു നിമിഷം ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അടുത്ത നിമിഷം ഞെട്ടിത്തിരിഞ്ഞ് മറുഭാഗത്തേക്ക് നോക്കും. അമ്മയുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട് ഞങ്ങൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്തു പറ്റി? സുഖമില്ലേ? അത് കേട്ട് അവർ ഒരു ഞെട്ടലോടെ ഞങ്ങളുടെ നേരെ തലതിരിച്ചു. കുറച്ചു നേരം ഞങ്ങളെ തുറച്ചു നോക്കിയ ശേഷം, നല്ല മഴയുണ്ട്, ഞാൻ നനഞ്ഞു, എനിക്ക് വൈകി. പരസ്പരം ബന്ധമില്ലാതെ എന്തൊക്കെയോ അവർ പുലമ്പിക്കൊണ്ടിരുന്നു. അതോടെ ഞങ്ങൾക്ക് സംശയമായി, ഇത് അമ്മയുടെ രൂപത്തിൽ മറ്റാരെങ്കിലും ആണോ എന്ന്. ചേച്ചി ഒരു സൂത്രം ഉപയോഗിച്ചു. അമ്മേ, നമ്മൾ ഇന്നലെ രാത്രി എന്താ കഴിച്ചത്? അത് ചോദിച്ചതും അവർ ഞങ്ങൾ ഒരിക്കലും കഴിക്കാത്ത ഒരുപാട് ഭക്ഷണങ്ങളുടെ പേര് പറയാൻ തുടങ്ങി. അതോടെ ഉറപ്പായി ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അതിനിടയ്ക്ക് ചേച്ചിയുടെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജ് വന്നു. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത് എന്നായിരുന്നു ചോദ്യം. അതങ്ങനെ സംഭവിക്കും. അമ്മ ഞങ്ങളുടെ തൊട്ടുമുന്നിൽ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ടതും ചേച്ചിയുടെ മുഖം പേടിയാൽ വെളുത്തു. അപ്പോഴേക്കും മുന്നിലിരിക്കുന്ന അമ്മ ചേച്ചിയോട് ചോദിച്ചു, എന്താ, ആരുടെ മെസ്സേജാ? ഒന്നുമില്ല, അതൊരു സ്കാം മെസ്സേജാണ്, ചേച്ചി വിക്കി പറഞ്ഞു. ചേച്ചി ബുദ്ധിപൂർവ്വം വീണ്ടും ചോദിച്ചു. അമ്മ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, ഡ്രസ്സെല്ലാം നനഞ്ഞിരിക്കുന്നു, മുകളിൽ ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ശരി, ഞാൻ മാറിയിട്ട് വരാം എന്നും പറഞ്ഞ് ആ രൂപം ഗോണിപ്പടി കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങി. അവർ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ചേച്ചി പെട്ടെന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ചേച്ചി ഫോൺ പൊക്കിയപ്പോഴേക്കും
അവർ ഗോണിപ്പടിയുടെ മുകളിലെത്തിയിരുന്നു. ഒരു നിമിഷം കൊണ്ട് അത് ഗോണിപ്പടികളെല്ലാം കയറി മുകളിലെത്തി, ഏതാണ്ട് പറന്നു പോയതുപോലെ. അതിൻ്റെ മുകളിലേക്ക് പോയ ഉടനെ ചേച്ചി എന്നോട് മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ അമ്മ നേരത്തെ അയച്ച മെസ്സേജ് മോശം കാലാവസ്ഥ കാരണം ഇപ്പോൾ വന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു, അതിനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഉടൻ തന്നെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. 3 റിങ്ങിന് ശേഷം അമ്മ ഫോണെടുത്തു. അവർ ഇപ്പോഴും വഴിയിലാണെന്നും വീട്ടിലേക്ക് എത്താറായി എന്നും പറഞ്ഞു. ഇത് കേട്ട് ഞങ്ങൾ പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി. അമ്മ വഴിയിലെത്തിയതാണെങ്കിൽ മുകളിലത്തെ ബാത്റൂമിലേക്ക് പോയ ആൾ ആരാണ്? 2 മിനിറ്റ് കഴിഞ്ഞതും വീണ്ടും വാതിൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇത്തവണ ഞങ്ങൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ചു. അമ്മ തന്നെയാണ് വാതിൽ നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തി. ഞങ്ങൾ വേഗം വാതിൽ തുറന്നപ്പോൾ വലിയൊരു ഭക്ഷണപ്പൊതിയുമായി ഞങ്ങളുടെ യഥാർത്ഥ അമ്മ അകത്തേക്ക് വന്നു. ഞങ്ങൾ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് അമ്മയും വല്ലാതെ ഭയന്നു. അവർ അപ്പനെ വിളിച്ച് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും പേടിച്ച് താഴത്തെ മുറിയിൽ ഒതുങ്ങിയിരിക്കുമ്പോഴാണ് മുകളിലെ ബാത്റൂമിൽ നിന്ന് ജനൽച്ചില്ല് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടത്. ആരോ ജനൽ തകർത്ത് താഴേക്ക് ചാടിയതുപോലെ. അത് കേട്ട് അമ്മ ഒരു വടിയെടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഞങ്ങളും കൂടെ പോയി. ബാത്റൂമിൻ്റെ വാതിൽ അടച്ചിരുന്നെങ്കിലും കുറ്റിയിട്ടിരുന്നില്ല. ഞങ്ങൾ പേടിച്ചുകൊണ്ട് വാതിൽ തുറന്നു. അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനൽച്ചില്ല് പൊട്ടിക്കിടക്കുകയായിരുന്നു. അതിനർത്ഥം ആ വന്നയാൾ ജനൽ തകർത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അമ്മ ജനലിലൂടെ താഴേക്ക് നോക്കി. ചിലപ്പോൾ അവരെ കാണാൻ പറ്റിയാലോ എന്ന്. അവർക്ക് അത് കാണാൻ കഴിഞ്ഞു. പക്ഷേ അത് അമ്മയുടെ രൂപത്തിലായിരുന്നില്ല. അതിൻ്റെ മുഖം അതൊരു മനുഷ്യൻ്റേതായിരുന്നില്ല. അതൊരു ആടിൻ്റെ മുഖമായിരുന്നു. അത് 2 കാലിൽ ഞങ്ങളുടെ വീടിന് കുറച്ചപ്പുറത്തായി ആ പൊട്ടിയ ജനലിനെ നോക്കുകയായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ആ ആടിൻ്റെ മുഖമുള്ള പിശാച് വിചിത്രവും ഭീകരവുമായ 2 കാലിൽ തന്നെ അവിടുന്ന് ഓടിമറഞ്ഞു. ആ കാഴ്ച കണ്ട് അമ്മയുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും പുറത്തു വന്നില്ല. കുറച്ചു കഴിഞ്ഞ് അപ്പം വന്നപ്പോൾ അമ്മ ആടിൻ്റെ മുഖമുള്ള രൂപത്തെപ്പറ്റി എല്ലാവരോടും പറഞ്ഞു. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എന്തായിരുന്നുവെന്ന്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇൻ്റർനെറ്റിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർ പങ്കുവച്ചത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഒരു ഗോഡ്മാൻ ആയിരുന്നുവെന്ന്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളം വരുന്നത് പുലർച്ചെ 3-നും 4-നും ഇടയ്ക്കാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം പിടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അന്നും പതിവ് പോലെ ഞാൻ പുലർച്ചെ 3 മണിക്ക് വെള്ളം പിടിക്കാനായി എഴുന്നേറ്റു. വീട്ടിൽ ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അകത്തു നിന്നും ഒരു റൂമിലെ ജനലിൻ്റെ പുറത്തു നിന്ന് എന്തോ വിചിത്രമായ ശബ്ദം കേട്ടത്. ആരോ ഒരു കടകട ശബ്ദമുണ്ടാക്കുന്നത് പോലെ. എന്താണെന്നറിയാൻ ഞാൻ റൂമിലേക്ക് ചെന്ന് ജനൽ കർട്ടൻ മാറ്റി. ജനലിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ട കാഴ്ച എൻ്റെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. ഒരു വലിയ ആടിൻ്റെ മുഖമുള്ള ഒരു രൂപം. അതിൻ്റെ തലയിൽ 2 കൊമ്പുകളുണ്ടായിരുന്നു. ശരിക്കും ഒരു ആടിൻ്റേതുപോലെ. അത് 2 കാലിലാണ് നിൽക്കുന്നത്. ആ ജനൽ തുറന്നു കിടക്കുന്നതായിരുന്നെങ്കിലും അതിന് ഇരുമ്പഴികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് അകത്തേക്ക് വരാൻ കഴിയില്ലായിരുന്നു. ആ രൂപത്തെ കണ്ടതും ഞാൻ പേടിച്ച് വിറച്ച് മരവിച്ച് അവിടെ തന്നെ നിലത്തൊളിച്ചിരുന്നു. എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു കരച്ചിൽ പോലും പുറത്തേക്ക് വന്നില്ല. ആ ആടിൻ്റെ മുഖമുള്ള പിശാച് ജനലിലൂടെ അകത്തേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേ കടകട ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം നിലച്ചു. ഞാൻ പതുക്കെ ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ അത് പോയി കഴിഞ്ഞിരുന്നു. ഞാൻ വേഗം വീട്ടിലുള്ളവരെയെല്ലാം വിളിച്ചുണർത്തി ഈ കാര്യം പറഞ്ഞു. ഇനി എങ്ങാനും നിങ്ങൾ മട്ടൻ കഴിക്കാൻ പോകുമ്പോൾ ഒന്നോർത്തോ, നിങ്ങൾ കഴിക്കുന്ന ആടിൻ്റെ ഏതെങ്കിലും ബന്ധുവായ ഗോഡ്മാൻ നിങ്ങളെയും ഇതുപോലെ കറി വെക്കാൻ പ്ലാൻ ഇടുന്നുണ്ടാവാം.